ഹലോ, മൂൺ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് യൂട്യൂബ് മോണിറ്റൈസേഷനെ കുറിച്ചാണ് കേട്ടോ. ഇന്ന് കുറേ പേർക്ക് യൂട്യൂബ് ചാനലുണ്ടാകും. അപ്പോൾ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആവാതെ വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ആവാതെ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നതുണ്ട്. ഞാനും അതുപോലത്തെ ഒരാളാണ്. അപ്പോൾ എനിക്കുണ്ടായ ചില അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പെയ്ഡ് പ്രൊമോഷനെ കുറിച്ചിട്ട്. അതായത് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവാത്തവർ, അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഹവേഴ്സും കംപ്ലീറ്റ് ആയാലാണ് മോണിറ്റൈസേഷനുള്ള ക്രൈറ്റീരിയ ഫുള്ളാവുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ഏർണിങ്സ് യൂട്യൂബ് ഓപ്പൺ ആക്കി തരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അത് കംപ്ലീറ്റ് ആകാത്ത ചില ആൾക്കാരുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ചാനലുണ്ട്, പക്ഷേ വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അങ്ങനെ കുറേ കാലമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളാണ് പൈസ കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്നതും അതുപോലെ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതിനാണ് ഈ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ ഒരുപാട് പരസ്യങ്ങൾ വരുന്നത്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ വ്യൂസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സും കൂടാൻ വേണ്ടിയിട്ട്, മോണിറ്റൈസേഷൻ ആക്കി കൊടുക്കുന്ന, അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത്തരം പരസ്യങ്ങൾ ഇത് നമ്മളെ ചാനലിൽ നമ്മളിത് ചെയ്യുമ്പോൾ അത് നമുക്ക് ഗുണകരമാണോ ദോഷമാണോ, ഇത് വർക്കാവോ നമുക്ക് എന്നുള്ള സംശയങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. അതായത് അതായത് ക്യാഷ് ഇത്ര രൂപയ്ക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്, ഈ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ ഇത്ര രൂപ അവർ ഈടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഡ്സുകൾ വരാറുണ്ട്. നിങ്ങളിൽ പലരും അത്തരം ആഡ്സ് കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഡ്സ് കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. ഇങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് ഹവേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആയി കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. കാരണം എൻ്റെ അനുഭവം എന്താണ് എന്നെ പഠിപ്പിച്ചതെന്നുള്ള ആ ഒരു വീഡിയോ. ഇപ്പോൾ ഈ അടുത്തിടെ ഈ 2 പ്രശസ്ത യൂട്യൂബർമാർ തമ്മിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പെയ്ഡ് പ്രൊമോഷനെ കുറിച്ചിട്ടാണ്. ഒരാൾ പറയുന്നു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത് ചാനലിന് ഗുണകരമല്ല എന്നും, ഒരാൾ പറയുന്നത് അത് കുഴപ്പമില്ല നല്ലതാണ് എന്നൊക്കെയാണ്. ഇതിൽ ഏത് യൂട്യൂബറാണ് ശരിയെന്നല്ല ഞാനിവിടെ പറയുന്നത്. എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ആ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാനോ, നമ്മുടെ ചാനലിൽ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മളത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്കും ഇതുപോലെ ഒരു ചാനലുണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു, വ്യൂസ് കുറവായിരുന്നു. അപ്പോൾ ഈ മോണിറ്റൈസേഷന് ആവാൻ ഒരുപാട് ടൈം എടുക്കും. കാരണം ഈ വാച്ച് ഹവേഴ്സ്, ഇനിയിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് 1000 തികഞ്ഞാലും വാച്ച് ഹവേഴ്സ് ആവാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ലോങ് വീഡിയോസ് ചെയ്യും, പക്ഷേ ലോങ് വീഡിയോസ് കാണാൻ ആരുമില്ല. ഷോർട്സ് ആണെങ്കിലും ഉണ്ടാവും, പക്ഷേ ഷോർട്സ് നിന്നൊക്കെ നമുക്ക് വ്യൂസ് 4000 വാച്ച് ഹവേഴ്സ് ആയി കിട്ടണമെങ്കിൽ കുറേ പണിയുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് പലപ്പോഴും ചിന്ത പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 പൈസ കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ആക്കിയാലോ എന്നാണ്. പക്ഷേ അവിടെ എനിക്കൊരു സംശയം വന്നിരുന്നു. ഇപ്പം നമ്മൾ പൈസ കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ആക്കിയെന്ന് വിചാരിക്കുക, എന്തായാലും നമുക്ക് ഏർണിങ്സ് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ $100 ഫില്ലാവണം. അപ്പോൾ അങ്ങനെ $100 ഫില്ലാവണമെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകൾ കാണണം, ആഡ്സ് കാണണം. അങ്ങനെയാണ് അത് $100 എത്തുള്ളൂ. അങ്ങനെയാണ് നമുക്ക് പിന്നെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷന് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾറെഡി വ്യൂസ് ഇല്ല, നമ്മുടെ ചാനൽ ആരും കാണുന്നില്ല. ഇതിപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഈ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് അവർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയിട്ട് വ്യൂസ് ഉണ്ടാക്കിയ സംഗതിയാണ്. അപ്പോൾ ഇത് തുടർന്നും അത് ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം അതുണ്ടാവില്ല. കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് അവരവരുടെ പണി ചെയ്തു, നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി തന്നു, അവർ പോയി. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിനാണ് പിന്നെ ഈ ഡോളേഴ്സ് കയറുക. അപ്പോൾ ഈ ഡോളേഴ്സ് കയറണമെങ്കിൽ $100 ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ അത്രപോലെ ആളുകൾ നമ്മുടെ വീഡിയോസ് കാണണം. അതിന് വ്യൂസ് കയറുമ്പോൾ അതിന് ഡോളർ കയറണം. അപ്പോൾ ഈ ഡോളർ കയറണമെങ്കിൽ $100 ആയാലേ നമുക്കത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇനി പൈസ കൊടുത്തിട്ട് ചെയ്താലും
ഇത് നമുക്കത് ഉപകാരപ്പെട്ടോളണം എന്നൊരു നിർബന്ധമില്ല. പിന്നെ ഉപകാരപ്പെടും ആർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം ആളുകൾ നമ്മുടെ വീഡിയോസ് കാണാനുണ്ടെങ്കിൽ. അതില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ പെയ്ഡ് പ്രൊമോഷന് വേണ്ടി പോയത്. അപ്പം നല്ല കണ്ടൻറ്റ് ഇടാൻ ധൈര്യം ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ കണ്ടൻറ്റ് ഇനിയിപ്പോൾ നാളെ അത് നല്ല വ്യൂസ് കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, അതായത് അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഞാൻ എല്ലാവരും ആക്ഷേപിക്കല്ല. ഒരുപാട് ആൾക്കാർ നല്ല നല്ല വീഡിയോസ് ഇടുന്നുണ്ട്. ആ വീഡിയോസ് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് അവർക്ക് വ്യൂസ് ഇല്ലാതെ പോകുന്നത്. കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ അത് കാണാൻ ആളുകളുണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ടൊക്കെ തുടങ്ങുന്ന ചാനലിൽ ഇത് ഒരുപാട് ആളുകളിലേക്ക്, അതായത് ആവശ്യക്കാരിലേക്ക് എത്തിപ്പെടാനും കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വ്യൂസ് ഇങ്ങനെ ഡിലേ ആയി പോകാനുള്ള കാരണം കോടിക്കണക്കിന് വീഡിയോസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മുടെ വീഡിയോസ് ഓരോ ആളുകൾ കാണണമെങ്കിൽ ഒരുപാട് പണിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും വേണ്ടില്ല, നമുക്ക് അവരോട് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അറിയപ്പെടുന്നതായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ഇതുപോലെ ഒരു ആഡ്സ് കണ്ടു. ആ ആഡ്സിലുള്ള ആളുകളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഫുൾ പേയ്മെൻറ്റും ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, വേറെ ഒന്നും അവർ ഇങ്ങോട്ട് നിങ്ങളുടെ ചാനൽ എങ്ങനെയാണ് ഞങ്ങൾ നോക്കട്ടെ, ഇത് മോണിറ്റൈസേഷൻ ആവാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അവർ പറയുന്നില്ല. അങ്ങനെ ഓക്കെ, നമ്മൾ ക്യാഷ് കൊടുത്തു, പേയ്മെൻറ്റ് ചെയ്തു. അവർ ചാനൽ നോക്കി, അവർ പറഞ്ഞു നിങ്ങൾ ഒരു 4 വീഡിയോസ്, അങ്ങനെയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. 4 വീഡിയോസോ 5 വീഡിയോസോ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം, അതായത് 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോസ് നമുക്ക് അയച്ചു തരണം, അതിലാണ് വ്യൂസ് കയറുകയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കൊടുക്കുന്ന സമയത്ത് 1000 സബ്സ്ക്രൈബേഴ്സ് ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നം അവർക്ക് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ വീഡിയോസ് അയച്ചു കൊടുത്തു. ഏകദേശം 2 വീഡിയോ 3 വീഡിയോ ആയപ്പോൾ തന്നെ വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ അവരുടെ പരസ്യത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ ആളുകളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും സ്ക്രീൻഷോട്ടും അവരുടെ വോയിസൊക്കെ അവർ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഇതാ ഓക്കെ എൻ്റെ ചാനലും ഓക്കെ ആവും. അങ്ങനെ നമ്മൾ ഇത് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. ചില ആളുകൾക്കൊക്കെ 2 ദിവസം കൊണ്ട് തന്നെ സംഗതി റെഡി ആവുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി, ഇതെന്താണ് ടൈം. അപ്പോൾ അവർ പറയുന്നുണ്ട് 3 ദിവസം കൊണ്ടൊക്കെ മോണിറ്റൈസേഷൻ എന്തായാലും ആവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇത് 4 ദിവസമായി, മോണിറ്റൈസേഷൻ ഒന്നും ആവുന്നില്ല, പ്രോഗ്രസ്സിൽ നിൽക്കുകയാണ്. 5-ാമത്തെ ദിവസമായി. 5-ാമത്തെ ദിവസം ഒന്നും എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം നമ്മൾ പൈസ കൊടുത്ത് ചെയ്തതാണ്. നമ്മൾ പൈസ കൊടുത്ത് ചെയ്തതിനേക്കാൾ ഉപരി നമുക്ക് ഇതൊന്നും മോണിറ്റൈസേഷനായി കാണാനുള്ളൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, അതിൻ്റെ പുറത്താണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇത് 5-ാമത്തെ ദിവസം ഒരു രാത്രി ആണിത് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ എല്ലാം പോയി, സത്യം പറയാലോ. പ്രതീക്ഷ പോയി, നിരാശ, ഡിപ്രഷൻ, ഭയങ്കര ടെൻഷനായി. കാരണം മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല, റിജക്റ്റായി. റീയൂസ്ഡ് കണ്ടൻ്റ് ഒന്നുമല്ല പ്രശ്നം, പക്ഷേ വേറെന്തോ ആണ് പ്രശ്നം. അപ്പോൾ ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ അവരോട് കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ കുഴപ്പമില്ല, നിങ്ങൾക്ക് റീഅപ്ലൈ ചെയ്യാം, 1 മാസം ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് മുന്നേ നിങ്ങൾക്ക് സംശയമുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കോപ്പിറൈറ്റോ റീയൂസ്ഡ് കണ്ടൻറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാം, എന്നിട്ട് റീഅപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മാസം വെയിറ്റ് ചെയ്തു. എനിക്ക് സംശയം തോന്നിയ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി. പിന്നെ ചാനലിൽ നമ്മൾ കണ്ടിന്യൂ വർക്ക് ചെയ്യണമല്ലോ, കാരണം അല്ലെങ്കിൽ വ്യൂസ് എല്ലാം കുറയും. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു വീഡിയോസ് ഇട്ടുകൂടെയെന്ന് ചോദിച്ചപ്പോൾ ആ വീഡിയോസൊക്കെ ഇടാമെന്ന് പറഞ്ഞു. ഞാൻ തുടർന്നും 1 മാസത്തോളം ഞാൻ നല്ല ആക്റ്റീവായിരുന്നു എൻ്റെ ചാനലിൽ. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടു. അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ ആണ് ഞാൻ റീഅപ്ലൈ ചെയ്തത്. റീഅപ്ലൈ ചെയ്തു. ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോഴും 1 ദിവസം കഴിഞ്ഞു, ഒന്നും ആയില്ല. 2 ദിവസം കഴിഞ്ഞു, ആയില്ല. 3 ദിവസം കഴിഞ്ഞു, ആയില്ല. 4 ദിവസം കഴിഞ്ഞു, ആയില്ല. 5-ാമത്തെ ദിവസം കഴിഞ്ഞു, വീണ്ടും അന്നത്തെ അതേ അവസ്ഥ. പിന്നെ ഞാൻ കൂടുതൽ ഡിപ്രഷനൊന്നും പോയില്ല. എൻ്റെ പൈസ പോയി വെള്ളത്തിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ അതിന്മേൽ കൂടുതൽ നിരാശ അടിച്ചിട്ടോ ഡിപ്രഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് സംഭവിച്ചതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ വേറൊരാളോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ചാനലിൽ ചില വീഡിയോസ് നിങ്ങൾ ചെയ്തത് അത് ടെക്പരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് മോണിറ്റൈസേഷൻ ആവില്ല എന്ന് കണ്ടാൽ തന്നെ അറിയാമല്ലോ, പിന്നെ എന്താ നിങ്ങളോട് അവർ പറയാഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല,
കാരണം നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും, നമുക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ആളുകളെ സമീപിക്കുന്നത്. അപ്പോൾ അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തരുന്നില്ല. അവർ ജസ്റ്റ് അവരുടെ പണിയെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ തുടർന്ന് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളതൊന്നും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഞാൻ പൈസ മുടക്കിയതുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പൈസ മുടക്കാൻ ഇനി എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ ഞാൻ പൈസ കൊടുക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആദ്യം ഒന്ന് ചിന്തിക്കണം. നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് കാണാൻ വല്ല കണ്ടൻറ്റും ഉണ്ടോ, ഇത് തുടർന്ന് ഞാൻ മോണിറ്റൈസേഷൻ ചെയ്താലും തുടർന്ന് എനിക്ക് ഡോളർ കിട്ടാനുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്താൽ അത് ഗുണകരമാവോ ഇല്ലേ എന്നുള്ള അത് ഓരോരുത്തരുടെ ചാനലിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുറേ ആൾക്കാർക്ക് മോണിറ്റൈസേഷൻ ആയതുണ്ട് കേട്ടോ. അവർ ഇപ്പോൾ തുടർന്ന് നല്ല സമ്പാദിക്കുന്നവരുമുണ്ട്, ഇതുപോലെ എന്നെപ്പോലെ പറ്റിക്കപ്പെട്ടവരുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ചാനലുള്ള ആളുകളുണ്ടെങ്കിൽ, മോണിറ്റൈസേഷൻ ആവാത്ത ആളുകളുണ്ടെങ്കിൽ, പെയ്ഡ് പ്രൊമോഷന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരൊന്ന് ചിന്തിക്കട്ടെ, എന്താണ് ഇത് ചെയ്താൽ ഗുണകരമാവോ ഇല്ലേ എന്നുള്ളതൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബായ്.